നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ ചർച്ചകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരികയാണ്. 10 വർഷത്തിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ. ഈ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച 2 ആരോപണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. बड़ी इम्पोर्टेंट चीज़ के बारे में आपको कहना चाहते हैं। पहली बार हमने नोट किया कि चुनाव के समय प्रधानमंत्री ने, होम मिनिस्टर ने और फाइनेंस मिनिस्टर ने स्टॉक मार्केट पर टिप्पणी दी। प्रधानमंत्री ने 2-3 बार 4 बार देश को कहा कि स्टॉक मार्केट तेजी से आगे बढ़ने जा रही है। होम मिनिस्टर ने सीधा कहा कि 4 जून को स्टॉक मार्केट आसमान में जाएगी, लोगों को खरीदना चाहिए। നെഹ്റുവിന് ശേഷം 3 തവണ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ അധികാര വിനിയോഗം ഇനിയുള്ള നാളുകളിൽ ഇത്തിരി ക്ലേശകരമായിരിക്കും. സഖ്യകക്ഷികളെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. പ്രതിപക്ഷം സ്ട്രോങ് ആവുന്ന സമയത്ത് ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പലതും അവർ വ്യക്തമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കും. ജനങ്ങൾക്കൊക്കെ കൺവിൻസ്ഡ് ആവുന്ന രീതിയിലേക്ക് അവരത് പ്രസന്റ് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിച്ച 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിലൂടെയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും പ്രതികരിച്ചത്. അതിൽ 30 ലക്ഷം കോടി രൂപ ചെറുകിട നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാക്കിയ ആ ഒരു സംഭവത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും നിർമ്മലാ സീതാരാമന്റെയും റോള് അദ്ദേഹം വ്യക്തമായിട്ടുള്ള പ്രസന്റേഷനിൽ കൂടെയാണ് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടിനെ കുറിച്ചിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പറഞ്ഞത്. ഈ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിച്ച പ്രശ്നങ്ങളാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ മോദിയെയും അമിത്ഷായും നിർമ്മലാ സീതാരാമനെയും പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും ഉപരിയായിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. ലോക്സഭാ ഇലക്ഷന്റെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ യുവസമൂഹത്തിന്റെ കൗമാരക്കാരുടെ ഇലക്ഷനോടുള്ള അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ആ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. യുവാക്കളും കൗമാരക്കാരും ഒക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ ഒരു പ്രതികരണങ്ങളിൽ അവര് പ്രതീക്ഷ അറ്റതുപോലെ സംസാരിക്കുകയുണ്ടായി. നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുറത്തേക്ക് ജർമ്മനി പോകാൻ ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് തന്നെ 2 lakh above ആണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറും 12 രൂപയ്ക്ക് ഞങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്നു. വെറും 12 രൂപയ്ക്ക് ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മൾ ഈ നഴ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്, വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് നല്ല വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ വേണ്ടത് നാട്ടിൽ നിന്നാണ്. നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് വിദേശത്തേക്ക് നമ്മളെ അവർ ക്ഷണിക്കുന്നത്. ആ ഒരു വിദ്യാഭ്യാസമൊക്കെ പ്രോപ്പറായിട്ട് നടക്കേണ്ടതിനെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്താണെങ്കിലും ജനിച്ചു പോയില്ല, ഇവിടെ വോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ, കൗമാരക്കാരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ച ഉണ്ടാവുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമുണ്ട്. അവരതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ പ്രതീക്ഷ ഉളവാക്കുന്ന സംഗതികളാണ്. വീഡിയോയിലേക്ക് പൂർണ്ണമായി കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പങ്കുവെക്കുകയാണ്. മാസം 2000 രൂപ പോലെയുള്ള ചെറിയ സംഖ്യകൾ നിക്ഷേപിച്ച് ലോങ് ടേമിൽ വലിയ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ന്യൂ ഫണ്ട് ഓഫറിംഗ് വന്നിട്ടുണ്ട്. ടാറ്റ എ അവരുടെ മിഡ് ക്യാപ് മൊമെന്റം ഇൻഡെക്സ് ഫണ്ട് ഒരെണ്ണം പുതിയത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂൺ 15 വരെ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. ഇപ്പോൾ അതിൻ്റെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. ഈ ഒരു ഫണ്ടിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന ഈ ഒരു തുക ഇന്ത്യയിലെ ടോപ്പ് 50 മിഡ് ക്യാപ് കമ്പനികളിലേക്കാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുക സേഫ് ആയിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് മികച്ച ഒരു റിട്ടേണും പ്രതീക്ഷിക്കാം. ഇവരുടെ മുൻകാലത്തെ നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെന്റം 50 എന്ന ഫണ്ട് 5 വർഷം കൊണ്ട് 33.3% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. 10 വർഷം കൊണ്ട് 28.6% റിട്ടേണും അതിന് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണുന്ന സമയത്ത് മനസ്സിലാവും. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ 2014 ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ
നിങ്ങൾ നിക്ഷേപത്തിൻ്റെ 12 മടങ്ങ് റിട്ടേൺ ആയിട്ട് ഇപ്പോൾ ലഭിച്ചേനെ. അതേപോലെ തന്നെ ഈ ഒരു നിക്ഷേപം നടത്തുന്ന സമയത്ത് നിങ്ങൾ എത്ര തുകയാണോ നിക്ഷേപിക്കുന്നത് അതിൻ്റെ 120 ഇരട്ടിയുടെ ഇൻഷുറൻസ് കവറേജും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. 80C1010D പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. 2000 രൂപ പോലുള്ള ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ആരംഭിക്കാം. ഇപ്പോൾ സാലറി ബാലൻസ് ഒക്കെ നല്ല രീതിയിലുള്ള ആളുകളാണ്. NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 18,000 രൂപ വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. കമ്പനി 18,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 കോടി വരെയൊക്കെ വാഗ്ദാനം നൽകുന്നുണ്ട്. ടാറ്റയുടെ ഫണ്ടാണ്. അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. 15-ാം തീയതി വരെ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ട ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 67ഓളം കുട്ടികൾക്ക് മുഴുവൻ മാർക്കും കിട്ടി. 720-ൽ 720 മാർക്കും കിട്ടി. അത് തന്നെ സംശയത്തിന് ഇടയാക്കിയ ഒരു സംഗതിയാണ്. അതിൽ 8ഓളം കുട്ടികൾ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയ ആളുകളാണ്. അതേപോലെ പരീക്ഷാ റിസൾട്ട് വന്ന സമയത്ത് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ചില മാർക്കുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. 718, 719 എന്നീ മാർക്കുകൾ നീറ്റ് പരീക്ഷയുടെ ആ ഒരു മാർക്കിംഗ് സ്കീമുമായി ബന്ധപ്പെട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തതാണ്. 180 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉള്ളത്. ഒരു ഉത്തരത്തിന് 4 മാർക്കാണ്. നെഗറ്റീവ് മാർക്കും ഉണ്ട്. നിങ്ങൾ ഒരു തെറ്റുത്തരം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കുണ്ട്. 180 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന മാർക്ക് 720 ആണ്. അതേപോലെ 179 ശരിയാക്കി ഒരെണ്ണം വിട്ടുകളഞ്ഞു, ഡൗട്ട് ഉള്ളതുകൊണ്ട് വിട്ടുകളഞ്ഞു നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ നോക്കിയാലും 716 ആണ് വരേണ്ട ഒരു മാർക്ക്. ഈ 719 അതേപോലെ തന്നെ 18 എന്നീ സ്കോറുകളൊന്നും വരാൻ ഒരു സാധ്യതയുമില്ല. NDA ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ചില കുട്ടികൾക്ക് ചില കാരണങ്ങളാൽ സമയം നഷ്ടപ്പെട്ടു. അങ്ങനെ സമയം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഈ 718, 719 ഒക്കെ. And in the bizarre turn of events, the 67 toppers include 6 students from the same center in Haryana's Jhajjar. जिस दिन से भी परिणाम आया नीट का, उसी दिन से सवाल निशान इस पे उठने लगे थे. जो परिणाम 14 जून को आना था, पहली बार ऐसा हुआ कि नीट ने अब NTA ने वो रिजल्ट पहले निकाला है, वो भी उसी दिन जिस दिन लोकसभा के परिणाम आए, ताकि मीडिया में उसके जो भी घोटाला कर रहे हैं उसको कवरेज ना मिल पाए. उसके बाद 720 में से 720 जो पहले किसी बार 1 या 2 मैक्सिमम 3 बच्चों के आते थे, इस बार 70 बच्चों के आ रहे हैं. वो ഇതിനോടൊപ്പം ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഗതി, നീറ്റ് പരീക്ഷയുടെ ഫലം 10 ദിവസം മുൻപ് വരികയാണ്. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആ ഒരു വാർത്തകൾ മാധ്യമങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നീറ്റ് പരീക്ഷാ ഫലം വരികയാണ്. ഈ ഒരു ഫലം വരുന്നത് മുന്നേ ആരോപിച്ച ക്രമക്കേടുകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണോ എന്നുള്ള ഒരു ഡൗട്ട് കുറെ ആളുകൾക്കുണ്ട്. ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു വിവാദം ഓൾറെഡി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിലുണ്ട്. And moving out the controversy over the alleged paper leak as far as the NEET examination is concerned, remember there's the medical entrance examination that we're talking about. There were various students that complained of paper leaks in Bihar as well as Rajasthan. In fact, 14 people have now been arrested in Patna. There were dummy candidates also that have been found out. Though the National Testing Agency, which conducts this examination, has refuted claims of any sort of paper leak, though of course some students were given wrong question papers and the NTA has conceded to that error, but refuting all claims of paper leak. ഏകദേശം 13ഓളം ആളുകളെ ഈ ഒരു കേസിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏജന്റുമാരിൽ പല ആൾക്കാരും 50 ലക്ഷം വരെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇൻവിജിലേറ്റേഴ്സ് അടക്കമുള്ള ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20ഓളം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടി എന്നൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നാലും NTA ഇത് നിഷേധിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വ്യാജമാണ് എന്ന് അവർ പറയുന്നു. നീറ്റ് UG എക്സാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും ക്രമക്കേട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് UGയുടെ രജിസ്ട്രേഷൻ ഫെബ്രുവരി 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാർച്ച് 16 വരെ നീട്ടുന്നുണ്ട്. ആ ഒരു സമയം അത്രത്തോളം നീട്ടിക്കൊടുത്തിട്ടും പിന്നീടും ഏപ്രിൽ 9, 10 തീയതികളിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകം 2 തവണ രജിസ്ട്രേഷൻ സമയം അനുവദിച്ചിട്ടും പിന്നീട് എന്തുകൊണ്ട് ആർക്കു വേണ്ടി തുറന്നു കൊടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ആ ഒരു സമയത്ത് പല ആളുകളും ഉന്നയിച്ചതാണ്. ആ ഒരു ചോദ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ വഴി ചില ആളുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചു അത്രേ. 1500-ലധികം കുട്ടികൾക്ക് ഗ്രേസ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ചില സെന്റേഴ്സിൽ വൈകിയാണ് എക്സാം ആരംഭിച്ചത്. അങ്ങനെ വൈകി ആരംഭിച്ചതുകൊണ്ട് ആ ഒരു സമയനഷ്ടത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്. വൈകി ആരംഭിച്ച എക്സാം വൈകി അവസാനിപ്പിച്ചാൽ പോരായിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ്
സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, അത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേസ് മാർക്കൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീറ്റ് എക്സാം അപ്പിയർ ചെയ്ത ആളുകൾക്ക് നല്ല മാർക്കുണ്ടായിട്ടും റാങ്കുകൾ വളരെ പിറകിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിലാണ് നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ നിൽക്കുന്നത്. इस मार्क्स इतने ज़्यादा दिया है, जो डिजर्विंग थे वो रह गए हैं और जिनका होना भी नहीं था शायद उनका हो जाए. 4-5 अटेम्प्ट वाले भी बच्चे हैं, तो वो क्या करेंगे? उनको तो कुछ नहीं दिखेगा क्योंकि वो सोच रहे थे लास्ट चांस है, अब हो जाएगा. लेकिन काफ़ी बच्चे ऐसे डिप्रेस्ड हैं जिनके मार्क्स अच्छे हैं बट फिर भी नहीं हो पाएगा. നീറ്റ് എക്സാം പോലെ കുട്ടികൾ വർഷങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ട് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമിലൊക്കെ ക്രമക്കേടുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരിയധികം വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ എക്സാം എഴുതിയ കുട്ടികൾ ഒരു റിലീഫിൽ ഇരുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. റിസൾട്ട് വരുന്നു, റിസൾട്ട് വന്നതിന് ശേഷം എക്സാം വീണ്ടും നടത്തുന്നു എന്നുള്ള ചില കാര്യങ്ങൾ പറയുന്നു. നടത്തണം എന്ന് ചില ആളുകൾ ആവശ്യം ഉന്നയിക്കുന്നു. It took the hard work of 2 years for me to achieve this. It was all because of my own hard work, my parents' support, Allen faculty support and God. ഈ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പല കുട്ടികൾക്കും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അതിൽ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടും, അനർഹരായിട്ടുള്ളവർക്ക് അവസരം കിട്ടും. ഇങ്ങനെയുള്ള ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഹാൻഡിലും മാധ്യമങ്ങളോടും ഒക്കെ പ്രതികരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്രസ്സ് ചെയ്യലുകളൊക്കെ ഈ ഒരു സമയത്ത് വരുന്നു. അത് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സംഗതി തന്നെയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും രാഹുൽ ഗാന്ധി തന്നെ വളരെ സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നതാണ്. BJPയിലെ മുതിർന്ന നേതാക്കൾ ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് പോലെയാണ് ആ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന തരത്തിലേക്കുള്ളൊരു JPC അന്വേഷണമൊന്നും വന്നില്ല എങ്കിൽ കൂടെ അതും നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो सूट अप करेगा. ശ്രീ രാഹുൽ ഗാന്ധി അതിൻ്റെ ഒരു ടൈം ലൈൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു തട്ടിപ്പായിട്ട് വരുന്നത്, എങ്ങനെയാണ് ഇത് നിക്ഷേപകരെ BJPയിലെ മുതിർന്ന നേതാക്കൾ പറ്റിക്കുന്ന നടപടിയായിട്ട് വരുന്നത്? देखिए 16 बार इससे भी बड़े गोते स्टॉक मार्केट ने लगाए. इसको चुनाव के साथ जोड़ना नहीं चाहिए. खैर अफवाहों के कारण ऐसा हुआ भी होगा, तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो सूट अप करेगा. 13 മെയ് 2024 അമിത്ഷാ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ജൂൺ 4 മുൻപ് ഷെയറുകൾ വാങ്ങിക്കാൻ മികച്ച ഒരു അവസരമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഷെയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ BJP അധികാരത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇരട്ടി ലാഭം ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. 19 മെയ് 2024 ശ്രീ നരേന്ദ്രമോദി അതേ മാധ്യമത്തിൽ തന്നെ ഇതേ കാര്യം പറയുകയാണ്. ജൂൺ 4 ഓഹരി വിപണി റെക്കോർഡുകൾ തകർക്കും. BJP വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. स्टॉक मार्केट के लिए उसके सारे जो उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे. ഇതിനോടനുബന്ധിച്ച് ജൂൺ 1 400 സീറ്റുകൾ BJP നേടുമെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരികയാണ്. ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതാണ്, ഇതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നതിന് ശേഷം ജൂൺ 3 ഓഹരി വിപണി റെക്കോർഡുകൾ തകർത്ത് സർവകാല നേട്ടത്തിൽ നിൽക്കുകയാണ്. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്നു, ഓഹരി വിപണി ഇടിയുന്നു. ചെറുകിട നിക്ഷേപകർക്ക് 30 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വൻകിട നിക്ഷേപകരെ സഹായിക്കുന്ന തരത്തിലേക്ക് ചെറുകിട നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് BJPയിലെ മുതിർന്ന നേതാക്കൾ നടത്തിയത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ ചെറുകിട നിക്ഷേപകർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇലക്ഷൻ റിസൾട്ടിന് മുൻപ് നിക്ഷേപം നടത്തിയപ്പോൾ വൻകിട നിക്ഷേപകർ ജൂൺ 3 രാത്രിയോടെ ഭീമൻ തുകകളുമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് എക്സിറ്റ് ആയി. പെട്ടുപോയതും പണം നഷ്ടപ്പെട്ടതും ചെറുകിട നിക്ഷേപകർക്കാണ്. ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മുതിർന്ന BJP നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന 2-3 ചോദ്യങ്ങൾ ഇവിടെ പ്രശ്നകരമായിട്ട് വരുന്നുണ്ട്. സെബി അന്വേഷണം നേരിടുന്ന ഒരു ഗ്രൂപ്പിന്റെ കീഴിലുള്ള മാധ്യമ സ്ഥാപനത്തിലാണ് ഇവർ അഭിമുഖം കൊടുത്തത്. സെബി അന്വേഷണം എന്തിനാണ് ഈ ഒരു സ്ഥാപനം നേരിടുന്നത്? സ്റ്റോക്കിൽ കൃത്രിമത്വം കാണിച്ചതിന്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള ചില
പ്രതികരണങ്ങൾ അതേ ഗ്രൂപ്പിന്റെ മാധ്യമ സ്ഥാപനത്തിൽ നടത്തുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വരുന്നത് ശുഭസൂചനയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ന്യൂ ഫണ്ട് ഓഫറിങ്ങിനെ കുറിച്ചിട്ട് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാർച്ച് 2023 ഡാറ്റ പ്രകാരം 186% സോൾവൻസി റേഷ്യോ ഉള്ള കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി അധികം ദിവസങ്ങൾ നിങ്ങൾക്ക് ബാക്കിയില്ല. 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ ആ ഒരു NFO. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നന്ദി.